യുദ്ധം അതിഭയാനകമായി മാറുകയാണ്. അങ്ങേയറ്റം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഭയം ഉടലെടുത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, വളരെ നിർണായകമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. മിഡിൽ ഈസ്റ്റിലെ ആകാശത്ത് അമേരിക്കൻ കരുത്തിനെ വെല്ലുവിളിച്ച് നടന്ന ആ ഒരു മിസ്റ്ററി ഓപ്പറേഷന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ ആകാശത്ത് ഇടിമുഴക്കം പോലെ അമേരിക്കയുടെ 2 പടുകൂറ്റൻ വിമാനങ്ങൾ അപ്രതീക്ഷിതമായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇത് ചെറിയൊരു വാർത്തയല്ല. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഏറ്റവും തകർന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. വെറും ഒരു യുദ്ധവിമാനവുമല്ല കാണാതായിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന KC-135 സ്ട്രാറ്റോ ടാങ്കറും അത്യാധുനികമായിട്ടുള്ള KC-46A എന്ന പെഗാസസുമാണ് ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം എന്ന മിഷനിടെ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഈ യുദ്ധവിമാനങ്ങൾ ഒരേപോലെ കാണാതാകുന്നത്. മാത്രമല്ല 2 വിമാനങ്ങളും ഒരേപോലെ റഡാറിൽ നിന്ന് മാഞ്ഞു പോയത് ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. കളി തുടങ്ങിയത് വിമാനങ്ങളിൽ നിന്നുള്ള ഒരു ഒറ്റ ഡിസ്ട്രസ് കോഡിലൂടെയാണ്. അടിയന്തര സാഹചര്യം അറിയിച്ച് നിമിഷങ്ങൾക്കകം സിഗ്നലുകൾ ലഭിച്ചു. എന്നാൽ സാധാരണ ഒരു വിമാനം അപകടത്തിൽപ്പെടാം. പക്ഷെ വ്യത്യസ്ത സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന 2 വമ്പൻ വിമാനങ്ങൾ ഒരേ സമയം ആകാശത്ത് അദൃശ്യമാകുന്നത് അവിശ്വസനീയമാണ്. അതെ, നമുക്കറിയാം, യുദ്ധം അതിഭയാനകമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഹോർമുസിലെ കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ 2-3 ദിവസം മുന്ന ഒരു വാർത്തയായിരുന്നു. ഈ പറയുന്നത് പോലെ തന്നെ ഹോർമുസ് പിടിച്ചെടുക്കുക, അതുപോലെ തന്നെ ഇറാനെ പിടിച്ചെടുക്കുക, അതിനു വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു നീക്കം നടത്തുക. അതിനു വേണ്ടിയിട്ട് അമേരിക്ക ഒരു പദ്ധതി തുടങ്ങി, പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്ന ഒരു പദ്ധതി തുടങ്ങി. 15,000 സൈനികരും യുദ്ധ വിമാനങ്ങളും കപ്പലുകളും എല്ലാം സജ്ജമാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇറാനെ നേരിട്ട് അതുപോലെ തന്നെ ഹോർമുസ് തങ്ങളുടെ വരുതിയിലാക്കുക എന്ന രീതിയിലേക്കായിരുന്നു അമേരിക്ക ആ ഒരു കാര്യം തുടങ്ങി വെച്ചത്. ഇപ്പോൾ ഇതാ ഈ പടക്കപ്പലുകൾക്ക് പുറമെ യുദ്ധവിമാനങ്ങളും നിലച്ചിരിക്കുകയാണ്. ഒന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര വലിയ പദ്ധതിയോടെയാണ് അമേരിക്ക വന്നിരിക്കുന്നത്. പക്ഷേ അതിനെല്ലാം നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ ഹോർമുസിൽ ഒരു 2 യുദ്ധവിമാനങ്ങൾ പോവുകയാണ്. ആ യുദ്ധവിമാനങ്ങളുടെ ലക്ഷ്യം വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുക, പിന്നീട് ഈ ഒരു ഹോർമുസ് പിടിച്ചെടുക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. പക്ഷേ ആ അതിർത്തിക്കുള്ളിൽ കയറിയപ്പോൾ അവിടെ തെറ്റി അമേരിക്കയുടെ പദ്ധതികളെല്ലാം. അവിടെ ആ 2 യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് അവിടെ ആ ഒരു അലേർട്ട് വരികയാണ്. അമേരിക്കയ്ക്ക് ഒരു സിഗ്നൽ വരികയാണ്. അടിയന്തരമായിട്ട് ഇത് സ്റ്റാൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇറക്കണം എന്നുള്ള ഒരു സൂചന വരികയാണ്. പക്ഷെ ഇത് നിരീക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ സിഗ്നലുകൾ നിലച്ച്, അവിടുത്തെ എല്ലാ കണക്ടിവിറ്റിയും നിലച്ച്, അവർ ഇപ്പോൾ എവിടെയാണോ എന്താണോ എന്നുള്ളത് ഒന്നും തന്നെ കാണാൻ പറ്റാത്ത വിധം ആക്കി. പിന്നീട് ആ 2 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെച്ച് അപ്രതീക്ഷിതമാകുന്നു, അതായത് കാണാതാകുന്നു എന്നുള്ള വാർത്തയാണ് അമേരിക്ക കേട്ടത്. സാധാരണ ഒരു വിമാനം അപകടത്തിൽപ്പെടാം, പക്ഷെ വ്യത്യസ്ത സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന 2 വമ്പൻ വിമാനങ്ങൾ ഒരേ സമയം ആകാശത്ത് അദൃശ്യമാകുന്നത് അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണെന്നാണ് ലോകം അതിനെ വിലയിരുത്തുന്നത്. എന്തായാലും ഇതൊരു വെറും ഒരു തകരാറല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്ത ഒരു മാസ് പ്ലോട്ട് ആണെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, മേഖലയിൽ ആകെ GPS ജാമിംഗ് ഉള്ള അല്ലെങ്കിൽ നടന്നതായിട്ടുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ശത്രുക്കളുടെ ഏതോ ഒരു അദൃശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് കെണിയിൽ ഈ ഒരു കരുത്തന്മാർ കുടുങ്ങി എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. പക്ഷേ ചിലർ പറയുന്നത് ഇറാന്റെ ആ ഒരു കെണിയിലാണ് അമേരിക്ക വീണത് എന്നാണ് ചിലവർ പറയുന്നത്. പക്ഷേ അത്യാധുനികമായിട്ടുള്ള സംവിധാനമുള്ള അമേരിക്കൻ വിമാനങ്ങളുടെ കണ്ണുകെട്ടാൻ മാത്രം ശക്തിയുള്ള ഇറാന്റെ ഒരു സൈബർ ആയുധം പുറം ലോകം കണ്ടു. ഗൾഫിനെ അത് വല്ലാതെ ഭീതിപ്പെടുത്തുകയാണെന്നാണ് ചില ആളുകൾ അവിടെ, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നിരീക്ഷകർ മറുവശത്ത് അതിനെ വിലയിരുത്തുന്നത്. ഗൾഫ് ആകാശത്ത് പരീക്ഷിക്കപ്പെട്ടതോ എന്ന ഭീതിയിലാണ് പ്രതിരോധ ലോകം ഉള്ളത്. എന്തായാലും വാർത്ത അറിഞ്ഞ നിമിഷം തന്നെ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ നിന്ന് അമേരിക്കൻ റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾ വഴി ആകാശത്തേക്ക് കുതിച്ചു. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കി, അതായത് കടൽ പരപ്പിലും എണ്ണമയമോ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളോ തേടിയുള്ള ആവേശകരമായിട്ടുള്ള തിരച്ചിൽ അവിടെ നടത്തി, കരയിലും നടത്തി. പക്ഷേ കടലിൽ നിന്നോ ആകാശത്ത് നിന്നോ ഇതുവരെ ഒരു മറുപടിയും, അതായത് ഒരു തുമ്പ് പോലും അമേരിക്കൻ സൈന്യത്തിനോ ഈ റെസ്ക്യൂവിനോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അമേരിക്ക ഒരു
പദ്ധതി പ്ലാൻ ചെയ്യുന്നു. പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് 2 യുദ്ധവിമാനങ്ങൾ ആകാശത്തേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ഇറാന്റെ നീക്കങ്ങൾ അറിഞ്ഞ് ഇറാനെ ഇപ്പൊ തീർക്കാം എന്നുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നു. ഉടൻ തന്നെ ഒരു സിഗ്നൽ വരുന്നു, അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യണം എന്ന് പറയുന്നു. പക്ഷെ ആ മിനിറ്റുകൾക്കുള്ളിൽ, അതായത് അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവരുടെ സിഗ്നൽ നഷ്ടപ്പെടുന്നു, പിന്നീട് അദൃശ്യമാകുന്നു, അതായത് കാണാതാകുന്നു. ഈ ഒരു 2 പടുകൂറ്റൻ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് നിന്ന് എങ്ങനെയാണ് കാണാതാകുന്നത് എന്നതാണ് മറ്റൊരു ചോദ്യം. ഒരുപക്ഷെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ താഴെ വീഴാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീ കത്തുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഈ സിഗ്നലുകൾ നിലച്ചതുകൊണ്ട് ആകാശത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അവര് കടലിലും കരയിലുമായിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തിയത്. പക്ഷെ അവിടെ ഒരു തുമ്പ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇതിൽ ഹൂത്തികൾ ഉണ്ട് എന്നും ചിലർ പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം ഇത് ഇറാന്റെ നീക്കം തന്നെയാണ്. ഇറാന്റെ സൈബർ എന്ന് പറയുന്നത് അത്യുഗ്രമായിട്ടുള്ള മറ്റൊരു പ്രതിരോധ ആയുധമാണ്. നമുക്കറിയാം സൈബർ ആയുധം വെച്ചിട്ട് ഇറാൻ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇറാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഈ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ജെറ്റുകളും മിസൈലുകളും അങ്ങനെയുള്ളത് മാത്രമല്ല, ഈ ഡ്രോണുകൾ മാത്രം കൊണ്ട് ഒതുങ്ങി പോകുന്നതല്ല ഇറാന്റെ ഏറ്റവും വലിയ കരുത്തായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈബർ ഇടങ്ങളിൽ ഏറ്റവും വലിയൊരു ശക്തിയായിട്ടുള്ള ഒരു പോരാളിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സൈബർ ഇടങ്ങൾ വളരെ കൃത്യമായിരിക്കും. നമുക്കറിയാം ഇതിനു മുമ്പും ചൈന അവരെ സഹായിച്ചിട്ടുണ്ട്. ഒരു ഉപഗ്രഹം വഴി ഈ പറയുന്ന അമേരിക്കയുടെ എല്ലാ വശങ്ങളും, അമേരിക്ക എങ്ങോട്ടാണ് നീങ്ങുന്നത്, അമേരിക്കയുടെ അടുത്ത പ്ലാൻ എന്താണ്, അമേരിക്കയുടെ സൈന്യം ഇപ്പോൾ എവിടെയുണ്ട്, അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഈ ചൈന കൊടുത്ത ഉപഗ്രഹം വഴി ഈ പറയുന്ന ഇറാൻ എല്ലാം ശേഖരിച്ചു വെച്ചിരുന്നു, ഇറാൻ എല്ലാം മനസ്സിലാക്കി വെച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു സൈബർ ഇടത്തെ വലിയൊരു യുദ്ധം നടന്നിരിക്കുന്നത്. ആ ഒരു സൈബർ കോഡുകൾ വെച്ചുകൊണ്ട് ഈ പറയുന്ന വിമാനങ്ങളെ ടാർഗറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറാൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്തായാലും അങ്ങനെയും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഹോർമുസിലാണ് നടന്നത്. ഹോർമുസിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഉപരോധമോ ആക്രമണമോ നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ഇറാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് നിസ്സംശയം പറയാം ഇത് ഇറാന്റെ ഒരു വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ളത്. എന്തായാലും സാങ്കേതിക തകരാറാണെന്ന് പറഞ്ഞ് ഈ ഒരു സംഭവത്തെ ഒതുക്കാൻ ആർക്കുമാവില്ല. കാരണം 2 തലമുറയിലുള്ള വിമാനങ്ങൾ ഒരേ നിമിഷം തകരാറിലാകുന്നത് ഒരു മാന്ത്രികത പോലെ അസംഭവ്യമാണ്. എന്തായാലും ഇതിനു പിന്നിൽ ഇറാനാണ് എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല അത് ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ വരാനിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ ഒരു ട്രെയിലർ മാത്രമാണ് എന്നാണ് വിദഗ്ധർ അടക്കം ഇതിനെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഹോർമുസിലെ ആകാശം ഇപ്പോൾ നിഗൂഢതയുടെ മൂടുപടത്തിലാണ്. അമേരിക്കൻ വ്യോമസേനയ്ക്ക് എന്ത് പറ്റി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അത് ലോക ചരിത്രത്തിൽ തന്നെ മാറ്റി എഴുതിയേക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു ടാങ്കറുകൾ തിരികെ വരുമോ അതോ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുമോ എന്നത് ഇനി കാത്തിരുന്ന് കാണാം. എന്തായാലും ഇറാന്റെ അതിർത്തി പങ്കിടുന്ന ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇത് നടന്നതുകൊണ്ട് തന്നെ അവരുടെ അത്യാധുനികമായിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയുന്ന സംവിധാനങ്ങൾ സംശയനിഴലിലാണ്. കൂടാതെ ചെങ്കടലിൽ കപ്പലുകളെ വിറപ്പിക്കുന്ന ഹൂത്തികളുമുണ്ട്. ആകാശത്ത് തങ്ങളുടെ കരുത്ത് വ്യാപിപ്പിക്കാൻ റഷ്യയോ ചൈനയോ പുതിയൊരു സാങ്കേതിക വിദ്യ നൽകിയോ എന്നതും ഗൗരവകരമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് മാറുകയാണ്. നമുക്കറിയാം റഷ്യയും ചൈനയും ഒരേപോലെ തന്നെ ഇറാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. യുദ്ധം അതികഠിനമായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്നത് പോലെ UAE-യിലേക്ക് വലിയൊരു ആക്രമണം ഇറാൻ തൊടുത്തുവിട്ടത്. മറ്റൊന്നുമല്ല, അമേരിക്കയുടെ നിരന്തരമായിട്ടുള്ള വെല്ലുവിളികൾക്ക് വലിയൊരു മറുപടി ആയിട്ടായിരുന്നു ആ ഒരു ആക്രമണം എന്ന് പറയുന്നത്. അമേരിക്ക പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഇപ്പോൾ ഹോർമുസ് പിടിച്ചെടുക്കും. ഞങ്ങളുടെ പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൽ 15,000 സൈനികരുണ്ട്, യുദ്ധവിമാനങ്ങളുണ്ട്, യുദ്ധ കപ്പലുകളുണ്ട്, വലിയ രീതിയിലുള്ള ഡ്രോണുകളും മിസൈലുകളും ഞങ്ങളുടെ പക്കലുണ്ട്. സൗജന്യമായിട്ട് ഇസ്രയേലിന് ഈ പറയുന്ന ആയുധങ്ങൾ കൈമാറുന്നത് ഉൾപ്പെടെ എല്ലാം ഈ ഇറാൻ നിരീക്ഷിച്ചു വെച്ചിരുന്നതാണ്. കാരണം ഇങ്ങനെ വെല്ലുവിളിക്കുന്ന ഒരാൾക്ക് ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഇറാൻ വിചാരിച്ചു കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ചിന്തിക്കാത്തതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായി. എന്തായാലും വിമാനങ്ങൾ തകർന്നുവെന്നോ സുരക്ഷിതമായിട്ട് ഇറക്കിയെന്നോ ഉള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഇതുവരെ അമേരിക്കൻ സൈന്യം പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കൻ സൈന്യത്തിന് ഇതുവരെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇതെങ്ങനെ പോയി, ഇതെന്ത് സംഭവിച്ചു എന്നതാണ് ഇപ്പോഴും
ഇപ്പോഴും അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം. എന്തായാലും യുദ്ധം അതികഠിനമായിട്ട് മാറുകയാണ്. അമേരിക്കയ്ക്ക് ഏറ്റവും വലിയൊരു പ്രഹരമാണിത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു തോൽവി ട്രംപിന് ഉണ്ടാകില്ല എന്നതാണ് ഈ യുദ്ധത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.